ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ ഈവനിങ്. ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്ക് അതിന് ഒരുപാട് മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിക്കൊന്നുമില്ല, എന്തെങ്കിലും 200 രൂപയ്ക്ക് വാങ്ങിക്കണേന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ 2 വലിയ ചൂരയും 2 വലിയ ആവോലിയും പിന്നെ കുറേ മത്തിയും ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു 30 പൂജയ്ക്ക് പോയിരുന്നു കേട്ടോ. റോബിൻസൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ 30 പൂജയായിരുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്, 7 പൂജ, 30 പൂജ, 6 മാസത്തെ പൂജ, പിന്നെ 1 വർഷത്തെ പൂജ, അങ്ങനെയാണ് പൂജ നടത്തുന്നത്. പൂജ എന്ന് ഈ പറയുന്നത് ഹോളി മാസിനെയാണ് കേട്ടോ. റോബിൻസൺ ചേട്ടനും വൈഫ് ലിജി ചേച്ചിയും ഒക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സാണ് കേട്ടോ. ഈ ലിജി ചേച്ചി പണ്ട് തൊട്ടേ ഓരോ വീട്ടിലൊക്കെ ജോലിക്ക് പോയിട്ടും പിന്നെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ടുമാണ് അവരുടെ ഫാമിലി മുമ്പോട്ട് പോകുന്നത്. ചേട്ടനാണെങ്കിൽ മത്സ്യത്തൊഴിലാളിയുമാണ്. ഈ 30 പൂജയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം പൂജ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ സെമിത്തേരിയിലോട്ട് പോയാൽ അവിടെ കുഴിയൊന്നുമില്ല, കുഴിയുമില്ല, ആളുമില്ല. നമ്മൾ അതങ്ങനെ കമ്പയർ ചെയ്ത് പറയേണ്ടി വരുന്നതാണ്. അർജുനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് FB പോസ്റ്റുകൾ കണ്ടിരുന്നു. ശരിയാണ്, വെള്ളത്തിൻ്റെ അടിയിൽ പോയതാണ്, പക്ഷേ എത്ര ആഴങ്ങളിലേക്ക് പോയാലും അടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണെന്നൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവനെയും കൊണ്ടേ പോരൂ എന്നൊക്കെ. ഇവിടെയും ചേട്ടനും ഒരു മലയാളി തന്നെയാണ്, ഒരു മത്സ്യത്തൊഴിലാളിയും കൂടെയാണ്. ഈ പ്രളയം വന്നപ്പോഴത്തേക്ക് വാനോളം പുകഴ്ത്തിയ ആരെയും ഇപ്പോൾ ഈ വഴി കണ്ടിട്ടില്ല. ഈ ചേട്ടൻ പോയി എന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് അറിയിക്കുന്നത്. ഇനി എവിടെയാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആ കന്യാകുമാരി ട്രിപ്പിൽ കുളച്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലം വിസിറ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആഴക്കടലിലേക്കും ഉൾക്കടലിലേക്കും ഒക്കെ മത്സ്യബന്ധനത്തിന് ബോട്ടുകൾ പോകുന്നത്. ഏതാണ്ട് 400 നോട്ടിക്കൽ മൈൽ അകലെ എന്നാണ് വെപ്പ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ചേട്ടനും പോയിരിക്കുന്നത്. ഒരു ഫിഷിംഗ് ബോട്ടിൽ തന്നെയാണ് പോയത്. ഇപ്പോൾ അറിയുന്നത് രാവിലെ എല്ലാവരും ബോട്ടിലായിരിക്കുമ്പോഴത്തേക്ക് രാവിലെ ചായയൊക്കെ ഇട്ട് കൊടുക്കുന്ന ചേട്ടനാണ്. അപ്പം ഒരു ദിവസം രാവിലെ ഇവർ വെയിറ്റ് ചെയ്തപ്പോൾ ചായയായിട്ട് ആളെത്തിയില്ല. നോക്കിയപ്പോൾ ബോട്ടിൽ ആളില്ല. ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് കുക്കുനെയും നിലുവിനെയും പറഞ്ഞ് മേലേക്ക് വിട്ടിരുന്നു കേട്ടോ. ട്രിമ്മറിൻ്റെ സൗണ്ട് കേട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു അപ്പനും മക്കളും കൂടെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന്. കുക്കു സാറിൻ്റെ മുടിയുടെ 2 സൈഡൊക്കെ എടുത്ത് നിലുവിനെ മുട്ടയടിച്ചും വിട്ടു. ഈ പറഞ്ഞ ചേട്ടനും 2 കുട്ടികളുണ്ട്. പക്ഷേ അവരുടെ യഥാർത്ഥ പേര് എനിക്കറിയത്തില്ല. അമ്മൂന്നും അപ്പൂന്നുമാണ് ഞാനും ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. 15ഉം 17 വയസ്സുള്ള 2 കുട്ടികളാണ്. 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അർജുൻ്റെ കാര്യത്തിലുണ്ടായതുപോലെ ഒരു എക്സ്പോഷർ ഈ ഒരു കാര്യത്തിന് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യത്തിനെന്നല്ല, പല കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. മാതാവിൻ്റെ കുരിശടിയിലെ പെരുന്നാളിൻ്റെ അന്ന് ഇരവിപുരം പാലം ഉപരോധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വികാരിയച്ഛൻ ബെൻസൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാരാണ് അത് ചെയ്തത്. അത് ചെയ്യേണ്ടി വന്നു, അങ്ങനെ ഒരു പെരുന്നാൾ ദിവസം തന്നെ. കാരണം മത്സ്യത്തൊഴിലാളികളോട് ഈ കാണിക്കുന്ന അവഗണന തന്നെയാണ്. അതിനൊരു 2-3 ദിവസം മുൻപ് ഡിസാസ്റ്റർ ഓവർനൈറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പുലിമുട്ടിലും കരയ്ക്കുമൊക്കെ അടിഞ്ഞിട്ടുള്ള വള്ളങ്ങളും അതിൻ്റെയൊക്കെ ഫൂട്ടേജും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വള്ളം കടലിൽ കമിഴ്ന്ന് കിടക്കുന്ന ഫൂട്ടേജും ഞാൻ കാണിച്ചു. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ വികാരിയും മറ്റ് വേണ്ടപ്പെട്ടവരും ജനപ്രതിനിധികളും ഒക്കെ കോസ്റ്റൽ ഗാർഡിനെ പലതവണ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു വള്ളം കടലിൽ കിടക്കുന്നു, ഇവിടെ പല വള്ളങ്ങളും കയറിയിരിക്കുന്നു, ഇതിലൊക്കെ ആരൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആരും ഇതുവഴി വന്നില്ല. ഒരു കോസ്റ്റൽ ഗാർഡുകാരും അന്നേ ദിവസം ഇവിടെ ഒന്ന് സന്ദർശിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടി വായിച്ചാൽ തീർച്ചയായും മത്സ്യത്തൊഴിലാളികളോടുള്ള ഒരു അവഗണനയായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം ഇന്നലെയും പലരുടെയും പോസ്റ്റ് ഞാൻ കണ്ടു. അർജുൻ്റെ ബോഡി റിട്രൈവ് ചെയ്തപ്പോൾ ഉള്ള പല പോസ്റ്റുകളും ഞാൻ കണ്ടു. ഞാൻ അത് കാണുമ്പോഴെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പം ഈ ചാനൽ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പോയി, കാരണം ആ ഒരു അത്ര കമ്പനിയാണ് ഞാനും ചേച്ചിയും കൂടെ. ചേച്ചിയുടെ മുടിയൊക്കെ വെട്ടാനായിട്ട് ഇവിടെയാണ് വരുന്നത്, എൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തോട്ടെ, അതെനിക്കൊരു പെർമിഷൻ ചോദിക്കേണ്ട പോലെ എനിക്ക് തോന്നി. ബിക്കോസ് ആ 30 പൂജയുടെ ദിവസവും ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ലിജി ചേച്ചിയെ നോക്കിയിട്ട് പോന്നു എന്ന് പറയുമ്പോഴും ചേച്ചി ജസ്റ്റ് ഇങ്ങനൊന്നും തലയാട്ടിയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു കാരണം വരും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇവിടെ എല്ലാവരും. പിന്നെ 30 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ആരും നമ്മളെ ഇതിനെ ബാക്കപ്പ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, പോയത് ഞങ്ങളുടെ ഈ കടലിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാർ തന്നെ മതിയായിരുന്നു. ഈ പറയുന്ന കോസ്റ്റൽ ഗാർഡിൻ്റെ ഹെൽപ്പ് പോലും വേണ്ടായിരുന്നു. പോയി ഒന്ന് തപ്പിയെടുക്കാനായിട്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ ധാരാളമായിരുന്നു. പക്ഷേ ഇത് സംഭവം കർണാടകയിലാണ്. ഇവിടുന്ന് അങ്ങനെ എത്തിപ്പെടാനായിട്ട് പറ്റാത്തൊരു സ്ഥലം.
അങ്ങനെ പോകണമെങ്കിൽ തന്നെ എവിടെ എങ്ങോട്ടെന്ന് യാതൊരു പിടിയില്ല. അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്നോ ഈ പറയുന്ന കർണാടക പോലീസ് സ്റ്റേഷനിൽ നിന്നോ ഒരു കോണ്ടാക്ട്സും ഇതുവരെ ആ വീട്ടിലേക്ക് ഉണ്ടായിട്ടില്ല. ചേച്ചി ഇപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ, അത് ഏതൊരു ചാനലുകാർ വന്ന് കവർ ചെയ്തതാണ്, അതിൻ്റെ ഫുട്ടേജ് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, മോളെ ഇത് ഷെയർ ചെയ്തേക്കണേ, ഇനിയിപ്പോൾ ഇത് എല്ലാവരും അറിയട്ടെ, നമുക്കിത് എല്ലായിടത്തും എത്തിക്കാം. ബിക്കോസ് അവർക്ക് ദേ നീഡ് ആൻസേഴ്സ് അല്ലേ. നമുക്കിപ്പോൾ അർജുൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, പുള്ളിയുടെ ബോഡി കിട്ടുന്നതിന് മുമ്പ് വൈഫിന് ജോലിയായി, കാര്യങ്ങളായി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ കളക്ടർ പോലും ആ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് എനിക്കിവിടെ പറയേണ്ടി വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊരു കമ്പാരിസൺ പോലെ പറയേണ്ടി വരുന്നതാണ്. ബിക്കോസ് ദ ക്വസ്റ്റ്യൻ സ്റ്റിൽ റിമെയിൻസ് വൈ. എന്തുകൊണ്ട് അവിടെ നടക്കുന്നതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അത് ആരുടെ വീഴ്ചയാണെന്നും നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുപാട് ആലോചിച്ചു. ഇനി നിങ്ങളും കൂടെ ആലോചിക്കും. ഒരു വള്ളം മറിഞ്ഞ് കടലിൽ കിടപ്പുണ്ട്, എന്താ ഏതാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അന്നത്തെ ദിവസം രാവിലെയും കടൽ അത്യാവശ്യം നല്ല വയലൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോയിൽ അത് കാണാം. അങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ട് പോലും ഈ പറയുന്ന കോസ്റ്റൽ ഗാർഡുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലിജി ചേച്ചീനെയും കൂട്ടിയിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും നമ്മുടെ വികാരി അച്ഛനും ഒക്കെ ആയിട്ട് പല കമ്മീഷണർ ഓഫീസിലും കളക്ടറേറ്റിലും ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിരുന്നു. കളക്ടർ തലത്തിൽ ഇതിൻ്റെ അന്വേഷണം ആദ്യം നടക്കും, കളക്ടർ വന്ന് കാര്യം ചോദിക്കും എന്നൊക്കെ ചേച്ചിയെടുത്ത് പറഞ്ഞെങ്കിലും അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് വല്ലതും നടന്നോന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു 30 days എന്തിന് വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത് പറയാൻ ഞാൻ എന്തിന് വെയിറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ ഉത്തരം ഇതാണ്. ഐ വോണ്ടഡ് ടു എനിക്ക് പെർമിഷൻ എടുക്കേണ്ട ഒരാളായിരുന്നു. എനിക്കങ്ങനെ എന്താണ് ഏതാണെന്ന്, പിന്നെ ഐ വാസ് ഓൾസോ വെരി ബ്ലാങ്ക്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ബോട്ടിൽ പോയതാണ്, തിരിച്ച് ലോഗ് ബുക്കിൽ എഴുതിയിട്ടില്ല. കൂടെ പോയവർ പറയുന്നു വള്ളത്തിൻ്റെ അറ്റത്തുണ്ടായിരുന്നു, അവിടുന്ന് വീണതാകാം, വീണത് കണ്ടവരില്ല. ആളെന്തായാലും കുടച്ചിൽ നിന്ന് ഒരു ബോട്ടിൽ കയറി പോയിട്ടുണ്ട്, തിരിച്ച് കരയിലെത്തിയിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആകെ ഇത്രയും ഒരു ന്യൂസാണ് നമുക്ക് ആദ്യം കയ്യിൽ ഇവിടെയൊക്കെ അറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ ബാക്കപ്പോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷനോ ഒന്നും പിന്നില്ല. ഞാൻ ഇതൊക്കെ പറയുന്നത് നന്മമരം കളിക്കാനോ ആ ഫാമിലിക്ക് സാമ്പത്തിക സഹായം വേണമെന്ന് പറയാനോ ഒന്നുമല്ല. ഇതൊന്ന് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 7K ഫോളോവേഴ്സ്, FBയിൽ ഒരു 6K ഫോളോവേഴ്സ്, പിന്നെ യൂട്യൂബിലൊരു 2K ഫോളോവേഴ്സ്. ഇത് മൊത്തം കൂടുമ്പോഴത്തേക്കൊരു 10,000 പേരെങ്കിലും ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് അറിയുമല്ലോ. പിന്നെ പ്രഡിക്റ്റബിൾ ആണല്ലോ, നാളെ ഇക്കൂട്ടത്തിൽ ഇനി കുരിശുമൂട്ടുന്നായാലും കെട്ടിടം മൂട്ടുന്നായാലും കാക്കത്തോപ്പുന്നായാലും ഒരാൾ കടലിൽ പോയാലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു മുൻധാരണ എല്ലാവർക്കും കിട്ടുമല്ലോ. അൺലെസ് അൺടിൽ ഈ ഒരു കേസിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ് ഏതെങ്കിലും അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് വരെ. ചേച്ചിക്കൊരു ജോലി എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ആ ചേച്ചി 2-3 വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് മക്കളെ നോക്കുന്നത്. ഒരു വീട് പണി അത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്, അതും പകുതി വഴിക്ക് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യന് എനിക്കറിയത്തില്ല ആൻസർ. ആ ചേച്ചിക്കൊരു ജോലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ അതായിരിക്കും ഈ ടൈമിൽ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഈ 30 ദിവസം കഴിഞ്ഞിട്ട് ഈ ലൊക്കേഷൻ തപ്പിപ്പിടിച്ച് ഇതുപോലെ ക്രെയിനും കാര്യങ്ങളുമായിട്ട് ആരും പോകാൻ പോകുന്നില്ല എന്ന് എനിക്ക് അറിയാം, നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ടു ലേറ്റ്. അത് ചെയ്യണമായിരുന്നെങ്കിൽ ആ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഒക്കെ ചെയ്തെങ്കിൽ എന്തെങ്കിലും ഹോപ്പ് അവിടെ ഉണ്ടായിരുന്നേനെ. കാരണം ഇത് കടലാണ്, ഒരു 400 നോട്ടിക്കൽ മൈൽ അകലെയാണ്. അപ്പോൾ ലിജി ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇത്രയും സംസാരിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തിയെങ്കിലും എനിക്കുണ്ടാവുമല്ലോ. വൈകിട്ടത്തെ ചായ കൂടിയാണ് കേട്ടോ. എൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചായ ഇട്ടു, പഴംപൊരി ഉണ്ടാക്കി. ആ സമയത്ത് ബബി ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. നിലുവിൻ്റെ മുട്ടത്തല കണ്ടിട്ട് ഞെട്ടിയതാണ് കേട്ടോ. നിലുവിന് അങ്ങനെ പേര് മാറി, ഇപ്പോൾ നിലവിൽ റാവുത്തർ എന്നായിട്ടുണ്ട്. ബബി ആൻറ്റിയുടെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ്, ബസ് ഇവിടെ വന്നാണ് ഇറങ്ങുന്നത്. തൊട്ടപ്പുറത്ത് സ്റ്റോപ്പുണ്ട് വീട്ടിൻ്റെ അടുത്ത്. നിലുവിന് 1-2 മിഠായിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടാട്ടോ ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ കട്ടൻ കാപ്പിയൊന്നും ബബി ആൻറ്റി കുടിക്കത്തില്ല, കട്ടൻ ചായ കുടിക്കും. അങ്ങനെ ഞങ്ങൾ ആ കട്ടൻ ചായ ലൗസിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ തിരുവാണ്. ഞാൻ വെട്ടി വൃത്തിയാക്കിയ മീനിലെ കുറച്ച് ചൂര ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ചൂരയുടെ തലയൊന്നും നമ്മൾ അത്ര നാൾ വെച്ചിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ക്ലീൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തലക്കറി ഇപ്പോൾ രാത്രി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ആകുമ്പോൾ ഈ തലക്കറിയൊക്കെ വെക്കുന്നത് പാടാണ്. തേങ്ങ തിരുകണം, 1-ാം പാലെടുക്കണം, 2-ാം പാലെടുക്കണം, അങ്ങനെ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പോൾ വെട്ടി വൃത്തിയാക്കിയ തലയും മുള്ളും
പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡോൾബി പീസുകളും എല്ലാം ചേർത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു നുറുക്കിയതും 2-3 പച്ചമുളകും, കാരണം മുളക് പൊടി ഇതിലിടത്തില്ല, ഒരു പഴുത്ത തക്കാളിയും, ആവശ്യത്തിന് ഉപ്പും, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടുന്നത് ടേസ്റ്റ് കൂട്ടും, പിന്നെ ലേശം കുരുമുളക് പൊടി. ക്രഷ്ഡ് പെപ്പർ എൻ്റെ കയ്യിലില്ല, അതാണ്, ഉണ്ടെങ്കിൽ നല്ലത്. എൻ്റെ കയ്യിൽ പൊടിയേ ഉള്ളൂ, അതിട്ടു. തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് അടച്ച് വെച്ച് ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഈ തലയുടെ പീസസൊക്കെ നമുക്ക് തീരെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനകത്തൊക്കെ നല്ലപോലെ കുക്കാവണമല്ലോ. അപ്പോൾ കുറേ നേരം അതിരുന്ന് തിളയ്ക്കണം. ഇനി ഞാൻ അച്ചാറിനായിട്ടാണ് ബാക്കി ചൂരയുടെ പീസസ് എടുക്കുന്നത്. 2 ചൂര ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ, ഇത്രയും മീനും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് ഓരോ ദിവസം യൂസ് ചെയ്യാനിരുന്നാൽ ഓരോന്ന് വീതം ചീത്തയായി തുടങ്ങും, ടേസ്റ്റ് മാറി വരും ഫ്രിഡ്ജിൽ അത്രയും നാളിരുന്നാൽ. അതുകൊണ്ട് 2 ചൂര ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബോഡിയുടെ പീസസൊക്കെ ഞാൻ അച്ചാറാക്കാനായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അച്ചാറാക്കാനായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വിനാഗിരിയും മാത്രം ചേർത്താൽ മതി, കുരുമുളക് പൊടി ചേർക്കേണ്ടതില്ല. ആലനപ്പുറത്ത് TV കാണുന്നുണ്ട് കേട്ടോ. നിലു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് ഓടി നിൽക്കും. ഇത് കുറച്ച് നേരം അടങ്ങി നിൽക്കാനായിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് കയറ്റി നിർത്തിയപ്പോഴത്തേക്ക് അവിടെ പണി പറ്റിച്ചു. ഇനി ഈ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് ലോഷൻ ഇട്ട് തുടയ്ക്കണം. മീനും അതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ഉടനെ തന്നെ കുളിച്ചില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുളിക്കാമെന്നാണ് കരുതിയത്. ഇപ്പം എന്തായാലും മൂത്രവും കൂടെ ഒക്കെ ആയിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് വൃത്തിയാവണം ഇതൊക്കെ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അച്ചാറിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉരിച്ചെടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ചധികം വേണമല്ലോ. ആ താഴെ ഇരിക്കുന്ന ചാക്കിൽ സ്കൂളിൽ നിന്ന് തേങ്ങ അടത്തിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ മമ്മി തന്നു വിട്ടതാണ്. ഇവിടുന്ന് അത് പുലിച്ചിറ വരെ കൊണ്ടുപോകുന്ന, പുലിച്ചിറയിൽ നല്ല രീതിയിൽ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ കടപ്പുറത്ത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലെയും കായ്ഫലമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് തെങ്ങിൽ. ഇവിടെയൊക്കെ പണ്ട് തേങ്ങ അടത്തുമ്പോൾ 10-50 തേങ്ങയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ 10 തേങ്ങ കിട്ടിയാലായി. ഇതിപ്പോൾ സ്കൂളിലെ മരത്തുനിന്ന്, അതുകൊണ്ട് അടുത്ത തേങ്ങയൊക്കെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു. ആലൻ സ്കൂളിൽ വന്നിട്ട് കാറിൽ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അതാണ് താഴെ വെച്ചിരിക്കുന്നത്. ഇനി അത് പൊതിച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് ആ ഷെൽഫിൻ്റെ താഴെയുള്ള ബാസ്ക്കറ്റിലാക്കണം. അത് പൊതിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അതിങ്ങനെ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുന്നു. തലക്കറി അങ്ങനെ നല്ല രീതിയിൽ തിളച്ചു. മീനൊക്കെ ഞാനൊന്ന് തോണ്ടിയൊക്കെ നോക്കിയപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് എല്ലാ സൈഡ്സും ഒക്കെ. അപ്പോൾ ഇനി അത് താളിക്കണം. താളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം 1-ാം പാൽ അതിലേക്ക് ഒഴിക്കാനായിട്ട്. 1-ാം പാൽ ഞാനിപ്പോൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ 1-ാം പാൽ ഒഴിക്കാതെയും ഇതെടുക്കാം കേട്ടോ. ഞങ്ങൾ ലില്ലിയംച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ സൂപ്പ് വയ്ക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. 1-ാം പാൽ എടുക്കാറില്ല. ഇവിടെ പട്ടരാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ആലന് വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് മമ്മി അങ്ങനെയായിരുന്നു കേട്ടോ വെക്കുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോഴേ അങ്ങനെയായിരുന്നു, തേങ്ങാപ്പാലിലാണ് വെക്കുന്നത്. ഒരു ഫിഷ് മോളിയുടെ ഒരു ഇതും കിട്ടും. തലക്കറി, ഒരു വെറൈറ്റി തലക്കറി. അപ്പോൾ അതിലേക്ക് ഞാൻ 1-ാം പാൽ ഒഴിച്ചു. ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് 2 വറ്റൽ മുളകും ലേശം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആകെ ഉണ്ടായിരുന്ന കറിവേപ്പില അച്ചാറിനുള്ള മീൻ വറുക്കാനായിട്ട് എടുത്തതുകൊണ്ട് ഇതിലിപ്പോൾ താളിക്കാൻ നേരത്തെ കറിവേപ്പിലയില്ല. ഈ കായ്ഫലം കുറഞ്ഞ തെങ്ങ് പോലെ തന്നെയാണ് ഇവിടുത്തെ കറിവേപ്പില മരങ്ങൾ. മതിലിനോളം പൊക്കത്തിൽ നല്ല രീതിക്ക് വളരും, പക്ഷേ മതിലിന് മേലെ പൊങ്ങി കഴിയുമ്പോഴത്തേക്ക് ആട്ടപ്പാട്ടെല്ലാം കരിഞ്ഞു പോകും. ഇനി ഞാൻ അച്ചാറിടാനുള്ള പരിപാടികൾ തുടങ്ങുവാണ്. നമ്മുടെ തലക്കറി റെഡിയായി കേട്ടോ. അത് അത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ല രീതിക്ക് തണുക്കുമ്പോൾ, ഇതിപ്പോൾ ഏതാണ്ട് ഒരു 6:30 മണിയൊക്കെ ഞാൻ വെച്ചപ്പോൾ നല്ല രീതിക്ക് തണുക്കുമല്ലോ 10 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാനത് ആ ചട്ടിയോടെ തന്നെ അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റും. പിന്നെ നാളെ ഉച്ചയ്ക്ക് ലഞ്ചിന് വരുമ്പോഴേ ചൂടാക്കി എടുക്കത്തുള്ളൂ. വെളിച്ചെണ്ണയിൽ കടുക് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ പോയാൽ അച്ചാർ നാളെ തന്നെ നമുക്ക് എടുക്കുമ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ എടുത്ത് കടിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് മുരിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇനി ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ഓൾറെഡി പുരട്ടിയിട്ടാണ് ചൂരമീൻ പൊരിച്ചത്. അപ്പോൾ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഉലുവ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഉലുവ പൊടി ഇനി അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല. കടുകും ഉലുവയാണല്ലോ പൊട്ടിച്ചത്. കാശ്മീരി മുളക് പൊടി ആവശ്യത്തിൽ കൂടുതലും സാദാ മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. മീനച്ചാറിനൊക്കെ ഇവിടെ എത്ര എരിവ് കൂടിയാലും പ്രശ്നമില്ല, എല്ലാവരും കഴിച്ചോളും. ഈ ഓഡിയോയുടെ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് ഡിസ്റ്റർബൻസസും പിന്നത്തെ ഭാഗം നല്ല സൈലൻറ്റും ആയിരിക്കുന്നത് ഇത് 2 സമയത്തായിട്ട് ഞാൻ ഓഡിയോ ആഡ് ചെയ്തതുകൊണ്ടാണ്. പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലെല്ലാം മെയിനായിട്ടൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ ഒരു വട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും 1K ആയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു ദിവസത്തേക്ക് ഭയങ്കര ഇതിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. പോട്ടെ, ആരും കാണുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇത്രയും മെനക്കെടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിണങ്ങിപ്പോവും യൂട്യൂബിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ 1K എനിക്ക് വീഡിയോയ്ക്ക് 1K വ്യൂസ് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യാത്തത്. ഇത് മനുഷ്യരോട് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ കൊടുക്കുന്ന എഫേർട്ട് എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിണങ്ങും, പിന്നെ ഞാൻ പിണങ്ങി മാറിപ്പോവും.
അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇതേ റെഡിയായി. അതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത്. കുറച്ചധികം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. മീനച്ചാറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വിനാഗിരിയൊക്കെ ഒഴിച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഈ അച്ചാർ നന്നായിട്ട് കുറേ നാളിരിക്കും. അപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ട് ആ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പീസസ് ആഡ് ചെയ്തു. ഇതിൻ്റെ അകത്തോട്ട് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചാറിനായിട്ട് ആ നേരത്തെ പാനിൽ തന്നെ ഞാൻ കെറ്റിലിൽ ഇത്തിരി വെള്ളം വെച്ചിരുന്നു. ആ പാനിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് അതാകുമ്പോൾ ആ പാനിൻ്റെ അകത്ത് നമ്മൾ കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള ഈ വഴുവഴുപ്പും മീൻ്റേതായിട്ടുള്ളൊരു ഫിഷി സ്മെല്ലും ഒക്കെ പോവും. ആ തിളച്ച വെള്ളം പാനിലേക്ക് ഒഴിച്ചിട്ട് ആ ഉപ്പ് ഞാൻ ഇപ്പോഴാട്ടോ ഇട്ടത്. ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞത് നേരത്തെ 2 പ്രാവശ്യം ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ഇപ്പോഴാണ് ഇട്ടത്. ആ വെള്ളം ഒഴിച്ച് പാനിൽ നിന്ന് കഴുകി കൈവച്ച് കേട്ടോ, സോപ്പൊന്നും ഇട്ട് കഴുകിയിട്ടില്ല. ആ ചൂടുവെള്ളം പാനിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് അച്ചാർ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആകെ ഇവിടെ വൃത്തിയാക്കാനായിട്ട് ഈ പാൻ മാത്രം കഴുകി വെച്ചാൽ മതി. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരാൾ ഹോംവർക്കുമായിട്ട് വരും കേട്ടോ. ഇത് രാവിലത്തെ പണികൾ കുറച്ച് എളുപ്പമാക്കാനാണ് വൈകിട്ട് എന്തെങ്കിലും തീർത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നാളെ രാവിലത്തെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് കാണുമ്പം അതിനെ ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും രാവിലെയും എളുപ്പമായിരുന്നില്ല, വൈകുന്നേരവും എളുപ്പമായിരുന്നില്ല. ഇത് തീരെ എളുപ്പമല്ലാത്തൊരു പണിയാണ്. ഇത് പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് വളരെ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോഴേ ആ ദേഷ്യപ്പെട്ട് പോലും പോയി എവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ദേഷ്യപ്പെട്ടിരുന്നാലും വീട്ടിൽ ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, വീണ്ടും വന്ന് ഫുൾ ഫ്ലെഡ്ജായിട്ടെല്ലാം ചെയ്യേണ്ടി വരും. ഇത്രയൊക്കെ ചെയ്യുന്ന നമുക്ക് തന്നെ അങ്ങനെ ഒരു ദിവസം കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ലിജി ചേച്ചിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ചേട്ടനെ കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി 2 ദിവസത്തിൽ കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ ചേച്ചിക്ക് പറ്റത്തില്ല. ചേച്ചി ജോലിക്ക് പോയി തന്നെ ആവണം. അപ്പോൾ റോബിൻസൺ ചേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം.